പച്ചമാങ്ങ ഇട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇനി ഈ കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉണക്കച്ചെമ്മീൻ, ചെറിയ ഉള്ളി, പച്ചമാങ്ങ, കറിവേപ്പില, പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഉണക്ക ചെമ്മീൻ ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മൺചട്ടിയിൽ വെച്ചാണ് ഇത് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. 5-6 തവണ കഴുകി മാറ്റി വെച്ച ചെമ്മീനാണിത്. ഇതൊന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ ഒരു സ്മെല്ല്, ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ലും ആ ഒരു ചൊവയും മാറിക്കിട്ടാനാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ക്രിസ്പി ആകുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളിയാണ് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇവയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഇത് ചതച്ചെടുക്കേണ്ടത്. ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു നുള്ള് പെരുംജീരകം, ഇവ രണ്ടും കൂട്ടി ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ആ ഒരു പേസ്റ്റ് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീനിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ഇത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇവയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റിനായി ഇതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് 1 സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഒരു തേങ്ങയും പെരുംജീരകവും കൂട്ടി അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഗ്രേവി ഒന്ന് നമുക്കിനി തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കണക്കിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഈ ഗ്രേവി നന്നായി തിളച്ചു വരുന്നുണ്ട്. മസാലകളൊക്കെ നന്നായി പിടിക്കുമ്പോഴാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. പച്ചമാങ്ങ, ഒരു മീഡിയം സൈസ് നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തിളച്ചു വരുമ്പോൾ ഈ മാങ്ങയുടെ ഒരു പീസ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇല്ലെങ്കിൽ പുളി വെച്ചും നമുക്കിത് ചെയ്യാം. മാങ്ങയാണ് കൂടുതൽ നല്ലത്. ഈ ഒരു കറിയുടെ ഗ്രേവി തിളച്ചു വരുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ ഒന്ന് വെന്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. നന്നായി തിള വരുന്നുണ്ട്.
ഈ ഒരു ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കറി മാങ്ങയൊക്കെ ഒന്ന് നന്നായി വെന്ത് കറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള എണ്ണ താളിച്ചു കൊടുക്കാം. കടുകല്ല, ഉലുവയാണ് വറുത്തിടുന്നത്. അതിനായി ഒരു പാനിലോട്ടേക്ക് എണ്ണ ചൂടാക്കുക. അതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. മീൻകറി ആയതുകൊണ്ട് ഉലുവയാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടുമ്പോൾ ഒരു അര സ്പൂണ് മുളക് പൊടി അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കറിക്കൊരു പ്രത്യേക കളർ കിട്ടാനാണ് ഇങ്ങനെ മുളക് പൊടി ചേർക്കുന്നത്. ഒരു നുള്ള് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു കറിയിലോട്ടേക്ക് ഒന്ന് നന്നായി താളിച്ചു കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചൂട് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഈ ഒരു ഡിഷ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.